ഞാൻ എഴുതിയ പാട്ടല്ല ഇത്, എഴുതിയതല്ല ഇത്, കേട്ട് റെക്കോർഡ് ചെയ്ത പാട്ടാണ്. ഞാനിങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ അധികം സമയം എടുത്തു ഒരു ഷർട്ടൊന്ന് അയൺ ചെയ്യാൻ. കാര്യം ഞാൻ അറിയുന്നില്ല ഇത് അയൺ ചെയ്യുവാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടാണ് ഇത് അയൺ ചെയ്യുന്നത്. ഒരു മെസ്സേജ് പരിശുദ്ധ അമ്മാവനോട് സംസാരിച്ചു. ഞാനത് കഴിഞ്ഞ് ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്പിരിറ്റിൽ നിന്ന് അയൺ ചെയ്യുന്നത് നിന്നുകൊണ്ട് കുറെ നേരം 45 മിനിറ്റ്സ് കൊണ്ടാണ് ഒരു ഷർട്ട് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് എന്നെ കർത്താവ് നടത്തിയ കുറെ റൂട്ടുകളെ കുറിച്ച് എന്റെ മനസ്സിങ്ങനെ പിക്ചർ പോലെ ഞാൻ കാണുക. എനിക്കറിയത്തില്ല ഞാൻ കരഞ്ഞോണ്ട് അയൺ ചെയ്യുന്നത്. ഞാൻ അയൺ ചെയ്യുന്നത് എന്റെ ഷർട്ടല്ല, എന്റെ കണ്ണുനീര് അയൺ ചെയ്യുക. ഞാൻ നനയുന്നു, പിന്നെ നനഞ്ഞ ഭാഗമാണ് നമ്മൾ അയൺ ചെയ്യും, നനയുന്നു, അയൺ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒഴുകി വരുക ഈ സാധനം. പെട്ടെന്ന് ആ ലൈൻ ഞാൻ കേൾക്കുന്നത് ഞാൻ പാടുക. ഒന്നിനും കുറവില്ല നടത്തുന്ന ഇമ്മാനുവേലേ. എത്ര പ്രാവശ്യം കൈകൊണ്ട് കണ്ണുനീര് തുടച്ചവരെ ഇവിടെ ഇരിക്കുന്നറിയാവോ? ഹല്ലേലൂയ. നമ്മെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹമൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ അവന് നന്ദി പറയാതിരിക്കും? ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ലൈഫിലെ ഓരോ ജെറുസലേമിലും കരഞ്ഞുകൊണ്ടുറങ്ങിയ രാത്രികൾ ലൈഫിൽ വന്നിട്ടില്ലേ? ഒക്കെ നമ്മുടെ ജെറുസലേമായിരുന്നു. ആ സമയത്ത് ഉറങ്ങാനൊക്കാത്ത ലൈഫാണെങ്കിലും ആ സമയത്ത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കാണാം. പക്ഷെ ഒന്ന് ഞെട്ടി ഒച്ച കേട്ടു. എഴുന്നേറ്റപ്പോ തലോടിക്കൊണ്ട് ഒരാൾ അടുത്തിരിക്കുക. അവന്റെ പേരാ യേശു. അങ്ങനല്ലേ നമ്മളൊക്കെ മാറി വന്നേ? അതൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതാണോ? അല്ല, എത്രയോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനൊന്ന് സ്തോത്രം ചെയ്യാനുള്ള ഒരു അവസരം കർത്താവ് തന്നത്.